കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, ഈ എന്തോരം വ്യാജ ബോംബ് ഭീഷണികളാണ് അല്ലേ നമ്മുടെ കളക്ടറേറ്റുകൾക്ക്, രാജ്ഭവന്, ക്ലിഫ് ഹൗസിന് എന്ന് വേണ്ട എല്ലായിടത്തും ബോംബ് ഭീഷണികൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അല്ലേ. അപ്പോൾ ഈ വ്യാജ ബോംബ് ഭീഷണികളിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിവരം തേടുകയാണ് നമ്മുടെ പോലീസ്. തമിഴ്നാടും തെലുങ്കാനയും ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ സൈബർ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചത്. മൈക്രോസോഫ്റ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കവും ഊർജിതമാക്കിയിട്ടുണ്ട്. കാണാം ദ ബിഗസ്റ്റ്. കണ്ണൂർ വിമാനത്താവളത്തിലും തിരുവനന്തപുരത്തെ ജർമ്മൻ കോൺസുലേറ്റിലുമാണ് ഇന്നലെ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തിയത്. ഇതോടെ കഴിഞ്ഞ 3 ആഴ്ചക്കിടയിൽ സംസ്ഥാനത്താകെ എത്തിയ ഭീഷണി സന്ദേശങ്ങളുടെ എണ്ണം 25ആയി. സൈബർ ഓപ്പറേഷൻസ് SP അങ്കിത് അശോകന്റെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. അടുത്തിടെ സമാന രീതിയിൽ വ്യാജ സന്ദേശങ്ങൾ ലഭിച്ച തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ സൈബർ പോലീസിൽ നിന്നാണ് അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയത്. വ്യാജ സന്ദേശങ്ങളുടെ ഉള്ളടക്കം ഏകദേശം സമാനമാണെന്നാണ് കണ്ടെത്തൽ. അതിനാൽ ഒരേ വ്യക്തിയോ ഒരേ സംഘമോ ആകാം ഭീഷണി സന്ദേശങ്ങൾക്ക് പിന്നിലെന്നാണ് നിഗമനം. തമിഴ്നാട്ടിൽ മാത്രം അടുത്തിടെ 200ഓളം കേസുകളാണ് വ്യാജ ഭീഷണി സന്ദേശങ്ങളിൽ രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ഇത് കുറയുകയായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ വരുന്ന ഭീഷണി സന്ദേശങ്ങളെ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. മൈക്രോസോഫ്റ്റിന്റെ മെയിലായ ഔട്ട്ലുക്കിൽ നിന്നാണ് സന്ദേശങ്ങൾ വരുന്നത്. ഡാർക്ക് നെറ്റിലെ ടോർ ബ്രൗസർ വഴിയാണ് മെയിലുകൾ നിർമ്മിക്കുന്നതും സന്ദേശങ്ങൾ അയക്കുന്നതും. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ VPN സംവിധാനം ഉപയോഗിക്കുന്നതിനാൽ വിവരങ്ങൾ ലഭിക്കാൻ കാലതാമസമെടുക്കും. ഇന്ത്യയിൽ മൈക്രോസോഫ്റ്റിന് ഒരേയൊരു നോഡൽ ടീം മാത്രമേ ഉള്ളൂവെന്നതും വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട്. VSNU ന്യൂസ് മലയാളം, തിരുവനന്തപുരം.